ഹലോ അസ്സാമലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാസ് ക്രാഫ്റ്റ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് രാവിലെ തന്നെ എണീച്ചപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്താലോ എന്നുണ്ടായിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പം രാവിലെ തന്നെ എണീച്ചപ്പം ഞാൻ ഇഡ്ഡലിയും ചട്നിയും ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇഡ്ഡലി പാത്രമായിരുന്നു. ചെറിയ ഒരു 7 എണ്ണം ചുടാൻ പറ്റുന്ന ഒരു ഇഡ്ഡലി പാത്രം. 570 ആണ് ഇതിന് റേറ്റ് വരുന്നത്. ആദ്യമായിട്ട് നമ്മളിപ്പം പുതിയ സാധനങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു പുതിയൊരില്ല, അപ്പോൾ അതേപോലെ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ പെട്ടെന്നായതുകൊണ്ട് തന്നെ നമ്മൾ മാവ് ഇന്നലെ നെസ്റ്റോന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. ഇതിനെക്കൊണ്ട് നമ്മൾ ദോശ ചുട്ടാലും നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്, ഇഡ്ഡലി ചുട്ടും നല്ല അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇഡ്ഡലിൻ്റെ പാത്രമെല്ലാം ക്ലീൻ ആക്കിയിട്ട് അതിൽ നെയ്യ് പുരട്ടി ഇഡ്ഡലിൻ്റെ മാവ് ഒഴിക്കുകയാണ് ചെയ്തത്. ഇഡ്ഡലി സെറ്റാകുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ചട്നി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തേങ്ങയും ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ അരച്ചിട്ട് അങ്ങനെ കടുകെല്ലാം പൊട്ടിച്ചിട്ട് ചട്നി ഉണ്ടാക്കുന്നതാണ്. ആ സമയം കൊണ്ട് നമ്മൾ ഇഡ്ഡലി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ അപ്പോഴത്തേക്ക് ചട്നിയും ഞാൻ കടുകെല്ലാം പൊട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടത് ഇഡ്ഡലിയും ചട്നിയും പിന്നെ ഒരു കട്ടൻ ചായയും കൂടി സെറ്റാക്കിയിട്ട് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. ഐൻസായർനോത്ത് എന്ന് പറയുന്ന പ്ലേസിലേക്കാണ് പോയത്. ഖരീഫിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഹൗസ് കാണാൻ നല്ല രസമില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ 3 എണ്ണമായിട്ടാണ് തോന്നുന്നു ഒരുമിച്ചിട്ടുണ്ടായിട്ടുള്ളത്. അപ്പം അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടുന്ന് കുറച്ച് മാക്രോ ഫോട്ടോസൊക്കെ എടുത്തിട്ടായിരുന്നു നമ്മൾ അവിടുന്ന് തിരിച്ചത്. പിന്നെ അവിടുന്ന് നേരെ തിരിച്ച് ടീ ടൈമിലേക്കാണ് പോയത്. അവിടുന്ന് ഒരു സുലൈമാനിയും പൊറോട്ടൻ്റെ റോളുമാണ് കഴിച്ചത്. പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പം ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ രാത്രി നമ്മൾ പൊറോട്ടയും ഷവായും കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.